മറ്റു വാർത്തകൾ നോക്കാം. നാശം വിതച്ച് ചുരുളിക്കൊമ്പൻ കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയത്. ചുരുളിക്കൊമ്പൻ കഞ്ചിക്കോട്ടെ പയറ്റുകാട്ട് പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങളുണ്ടാക്കി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ചുരുളിക്കൊമ്പനെ പിടികൂടി ഉടൻ ചികിത്സ ഉറപ്പാക്കും. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ചുരുളിക്കൊമ്പൻ എന്ന PT5 കാട്ടാനയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത്. പാലക്കാട് കഞ്ചിക്കോട്ടെ പയറ്റുകാട് മേഖലയിൽ എത്തിയ ചുരുളിക്കൊമ്പൻ തെങ്ങുൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചു. ഇന്ന് രാവിലെയോടെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ചുരുളിക്കൊമ്പനെ വനവകുപ്പും RRT സംഘവും ചേർന്നാണ് കാടുകയറ്റിയത്. അതേസമയം കണ്ണിന് പരിക്കേറ്റ ചുരുളിക്കൊമ്പനെ പിടികൂടി ചികിത്സ ഉടൻ തന്നെ ആരംഭിക്കും. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. ആദ്യം മയക്കുവെടിവെച്ച ശേഷം കാട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കും. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ആനയെ ചികിത്സിക്കുക. ചുരുളിക്കൊമ്പനെ പിടികൂടാൻ ഈ ആഴ്ച തന്നെ വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകൾ പാലക്കാട്ടെത്തും. നേരത്തെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പഴത്തിൽ മരുന്നുകൾ വെച്ച് ചികിത്സയും ആരംഭിച്ചിരുന്നു. എന്നാൽ ചികിത്സ ഫലപ്രദമാകാത്തതിനാലാണ് ചുരുളിക്കൊമ്പനെ പിടികൂടുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.